പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് മാംസാഹാരം നിരോധിച്ചു. ക്ഷേത്ര ഭരണസമിതിയാണ് സർക്കുലർ ഇറക്കിയത്. ക്ഷേത്രം ഓഫീസിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ ബിരിയാണി സൽക്കാരം നടത്തിയെന്ന് പരാതി നൽകിയിരുന്നു. ഈ പരാതിയിലാണ് സർക്കുലർ. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അഞ്ജു ജയപ്രകാശാണ് ചേരുന്നത്. അഞ്ജു, എപ്പോഴാണ് ഇങ്ങനെ ഒരു സർക്കുലർ ഇറങ്ങിയത്? സർക്കുലറിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇത് സംബന്ധിച്ച് പറയുന്നത്? സ്വാതി, ഒരു ക്ഷേത്രത്തിലെ ഒരു ജീവനക്കാരന്റെ മകന് ജോലി ലഭിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു ആഘോഷം നടന്നിട്ടുണ്ടായിരുന്നു. അത് ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയത്തിൽ വെച്ചായിരുന്നു ഈ ആഘോഷം നടന്നത്. അവിടെ ബിരിയാണി വിളമ്പി എന്നായിരുന്നു ഈ പരാതിയിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അവിടെ കടുത്ത ആചാര ലംഘനം നടന്നു എന്ന് കാണിച്ചുകൊണ്ട് അവിടുന്ന് ചില പരാതികൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ മുഖ്യതന്ത്രിയായിട്ടുള്ള ആളുകളൊക്കെ ക്ഷേത്ര ഭരണസമിതിക്ക് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു രേഖാമൂലം. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ഒരു പുതിയ സർക്കുലർ ക്ഷേത്ര ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അതായത് ഈ ക്ഷേത്ര പരിസരത്ത് പൂർണ്ണമായിട്ടും സസ്യേതര ഭക്ഷണങ്ങൾ വിലക്കിക്കൊണ്ടാണ് പുതിയ സർക്കുലർ വന്നിരിക്കുന്നത്. ഈ ബിരിയാണി സൽക്കാരത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നടപടി എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സൽക്കാരത്തിന് നേതൃത്വം നൽകിയ എക്സിക്യൂട്ടീവ് ഓഫീസർക്കെതിരെ പരാതി വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ എക്സിക്യൂട്ടീവ് ഓഫീസറെ മാറ്റണം എന്നടക്കമാണ് ഈ പരാതി ഉന്നയിച്ച കർമാചാരി സംഘം പറയുന്നത്. അല്ലെങ്കിൽ സമരത്തിലേക്ക് കടക്കുമെന്നും അവർ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ ഓഫീസ് പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് നിലവിൽ മാംസാഹാരം വേണ്ട എന്ന തരത്തിലാണ് നിലവിൽ സർക്കുലർ പറയുന്നത്. ആ സർക്കുലറിന് കാരണം ഇത്തരത്തിലൊരു ബിരിയാണി സൽക്കാരമാണെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. സ്വാതി. ശരി അഞ്ജു, പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് മാംസാഹാരം നിരോധിച്ചുകൊണ്ട് സർക്കുലർ ഇറങ്ങിയിരിക്കുകയാണ്. ക്ഷേത്ര ഭരണസമിതിയാണ് സർക്കുലർ ഇറക്കിയത്. ക്ഷേത്രം ഓഫീസിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ ബിരിയാണി സൽക്കാരം നടത്തിയെന്ന് പരാതി നൽകിയതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു സർക്കുലർ ഇറങ്ങിയത്.